ന്യൂസ് മലയാളം പുറത്തുവിട്ട ചില ദൃശ്യങ്ങളും വിവരങ്ങളും കണ്ടും കേട്ടും മലയാളി ഞെട്ടിത്തെരിച്ചിട്ട് 2 ദിവസം. ഇപ്പോഴും നിലയ്ക്കാതെ ശബ്ദിക്കുന്നുണ്ട് ഞങ്ങളുടെ ഇൻപുട്ട് ഡെസ്കിലെ ഫോണുകൾ. മറുതലക്കൽ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലെ ചെറുപ്പക്കാർ. അവർക്ക് പറയാനുള്ളത് ഒരേ കാര്യം, കണ്ണില്ലാത്ത ക്രൂരതയെപ്പറ്റി. മാർക്കറ്റിംഗ് കമ്പനികളിലെ ടാർഗറ്റ് പീഡനത്തെ കേവലം തൊഴിൽ സമ്മർദ്ദം എന്ന വാക്കിൽ ഒതുക്കാനാവില്ല. ആത്മഹത്യകളിലേക്ക് വരെ മനുഷ്യനെ തള്ളിവിട്ടെന്ന ഞെട്ടിക്കുന്ന വിവരം മലയാളി നടുക്കത്തോടെയാണ് കേൾക്കുന്നത്. തുച്ഛമായ ശമ്പളം നൽകി ഭക്ഷണമടക്കം നിഷേധിച്ച് അടിസ്ഥാന മനുഷ്യാവകാശത്തെ നിഷേധിക്കുകയാണ് ഈ സ്ഥാപനങ്ങൾ. ഇന്നും ന്യൂസ് മലയാളം പുറത്തു കൊണ്ടുവന്നത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ്. പീഡനം നടന്നു എന്ന കാര്യം സ്ഥിരീകരിക്കുന്നത് മുൻ മാനേജറും. ഈ വിഷയമാണ് RDX ആഴത്തിൽ ഇന്ന് പരിശോധിക്കുന്നത്. ആദ്യം RDX റാപ്പ് കാണാം 59 സെക്കൻഡിൽ. ന്യൂസ് മലയാളം പുറത്തുവിട്ട തൊഴിൽ പീഡന വാർത്തയിൽ കൂടുതൽ പേരാണ് വെളിപ്പെടുത്തൽ നടത്താൻ സ്വമേധയാ രംഗത്തെത്തിയത്. തൃശൂർ സ്വദേശി സുബീഷ് ജീവനൊടുക്കിയത് തൊഴിൽ പീഡനത്തെ തുടർന്നെന്നുള്ള അമ്മയുടെ വെളിപ്പെടുത്തലായിരുന്നു ഇതിൽ ഒടുവിലത്തേത്. അവർക്ക് നല്ല പീഡനങ്ങൾ അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഉബൈൻ്റെ ചെരുപ്പ് വരെ ഓരോ കുട്ടികളെ കൊണ്ട് നക്കിച്ചിട്ടുണ്ട്, നിലത്ത് പിന്നെ നക്കിച്ചിട്ടുണ്ട്. ടാർഗറ്റ് പൂർത്തിയാക്കാത്തവർക്ക് മാനേജർമാർ നൽകുന്ന പീഡനങ്ങളെ കുറിച്ച് മുൻ മാനേജറായിരുന്ന മനാഫും തുറന്നു പറഞ്ഞു. ഈ കുട്ടികളെ ഇമ്പാക്ട് ചെയ്യുന്നതിന്റെ വീഡിയോസ് എടുത്തിട്ട് ഗ്രൂപ്പിൽ ഇട്ടു കൊടുക്കണം. ഹുബൈൽ അടക്കമുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്, കെൽട്രോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ടോയ്ലറ്റിൽ ഉമ്മ വെപ്പിച്ചതടക്കമുള്ള തൊഴിൽ പീഡനത്തിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഇനിയുമുണ്ട്. കോഴി നിലത്തിട്ടിട്ട് ഇവിടുന്ന് അവിടം വരെ പട്ടിനെ പോലെ നക്കിക്കൊണ്ട് ആറ്റം വരെ വേണം. അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടി കൊണ്ട് മാത്രമല്ല അടിക്കുന്നത്, വടി കൊണ്ട് അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി ബെൽറ്റ് കൊണ്ട് മൊബൈലിന്റെ ചാർജർ എടുത്തിട്ട് തന്തക്ക് വിളിച്ചാൽ പോലും മിണ്ടാണ്ട് നിന്ന് കേട്ടോണം. പച്ചമുളക് തിന്നല്, അതേപോലെ തന്നെ ഈ മുട്ടുമ്പിൽ ഉപ്പിട്ടിട്ട് അവിടെ നിർത്തല്. RDX റാപ്പ് ന്യൂസ് മലയാളം. കണ്ണില്ലാത്ത ക്രൂരതയാണ് ഈ ഡയറക്ട് മാർക്കറ്റിംഗ് കമ്പനികളിൽ നടന്നിട്ടുള്ളത്. അതിന്റെ വിശദാംശങ്ങൾ ഒന്ന് പരിശോധിക്കാം. 2 ദിവസം മുമ്പാണ് ഇതിന്റെ വിവരങ്ങൾ ന്യൂസ് മലയാളം പുറത്തുവിട്ടത്. ജർമ്മൻ ഫിസിക്കൽ ലബോറട്ടറി, അതായത് GPL, അതുപോലെ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് HPL, ഈ 2 കമ്പനികളാണ് പ്രധാനമായും ഈ പീഡനത്തിന്റെ ഇടങ്ങളായത്. അത് നേരിട്ട് പറയുമ്പോൾ അവർ നിഷേധിക്കും, പല കാരണങ്ങൾ പറയും, സാങ്കേതികമായ പല സാധ്യതകളും അവർ മുന്നോട്ട് വയ്ക്കും. പക്ഷേ വസ്തുത ഇതാണ്, കേരളത്തിൽ 800-ലേറെ ഏജന്റുമാരാണുള്ളത്. താലൂക്ക് അടിസ്ഥാനത്തിലാണ് ഇവയുടെ പ്രവർത്തനം. പ്രധാന ഓഫീസ് കൊച്ചിയിലെ കലൂരിലാണ്. എല്ലാ ജില്ലകളിലും ഫ്രാഞ്ചൈസി ഉണ്ട്. പെരുമ്പാവൂരിലെ കെൽട്രോയാണ് ഇതിലൊന്ന്. കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലും ഈ കമ്പനികളുടെ പ്രവർത്തനം നടക്കുന്നുണ്ട്. പ്രവർത്തനം ആരംഭിച്ചത് 1994-ലാണ്. 2004ഓടെ സേവന ഇൻഡസ്ട്രീസായി മാറി. കമ്പനിയുടെ വാർഷിക ടേൺ ഓവർ 65 കോടിയാണ്. 1,28 ലക്ഷം രൂപ പരസ്യത്തിനായി വിനിയോഗിക്കുന്നുണ്ട്. ഈ വാഗ്ദാനങ്ങളിൽ വീണവരെ പരിശോധിക്കാം. പത്രത്തിൽ തൊഴിൽ വാഗ്ദാനം ചെയ്താണ് പരസ്യം ചെയ്യുക. പരസ്യം കണ്ട് എത്തുന്നവർക്ക് അന്ന് തന്നെ ഇന്റർവ്യൂ നടത്തും. അതേ ദിവസം തന്നെ ജോലി നിയമനം കൊടുക്കും. തുടക്കത്തിൽ ട്രെയിനി ആയിട്ടാണ്, പിന്നീട് ട്രെയിനർ, അസിസ്റ്റന്റ് മാനേജർ, സീനിയർ മാനേജർ എന്നുവരെ തസ്തികകളിൽ സ്ഥാനക്കയറ്റം കൊടുക്കും. ആദ്യ മാസങ്ങളിൽ 10,000 രൂപയാണ് ഇൻസെന്റീവ് വാഗ്ദാനം. ഇതിൽ പെട്ടുപോകുന്നവരാണ് പലരും. എടുത്താൽ പൊങ്ങാത്ത ബാഗും തൂക്കി നടക്കണം. മസാലപ്പൊടികളും അരിപ്പൊടിയും ആട്ടയും ഒക്കെയാണ് ഇവർ വിൽക്കേണ്ടി വരുന്നത്. ഇതിന്റെ പിന്നണിയിലെ പീഡനത്തെക്കുറിച്ച് പക്ഷേ അധികമാരും അറിയാതെ പോകുന്നു. ഈ തുച്ഛമായ ശമ്പളത്തിന് വേണ്ടി 12 മണിക്കൂർ അടിമപ്പണിയാണ് ഇവർ ചെയ്യേണ്ടി വരുന്നത്. ട്രെയിനിങ് എന്ന പേരിൽ കൂലിയില്ലാ ജോലിയാണ് ഇവരെ കൊണ്ട് എടുപ്പിക്കുന്നത്. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കണം, 7 മണിക്കകം സർക്കിളിലെത്തണം. ആദ്യത്തെ 3 ദിവസം തുടർച്ചയായി 1,500 രൂപയ്ക്കുള്ള സാധനങ്ങൾ വിൽക്കണം. 1 മണിക്കൂർ ഇടവിട്ട് മാനേജറെ വിളിക്കണം. വെയിലും മഴയും ഒന്നും വകവയ്ക്കാതെ തന്നെ ജോലി ചെയ്യണം. തിരിച്ച് 7:45-നാണ് ഓഫീസിൽ തിരിച്ചെത്തേണ്ടത്. ഈ ടാർഗറ്റ് തികഞ്ഞില്ലെങ്കിലാണ് പീഡനങ്ങൾ അരങ്ങേറുക. ബാത്റൂം നക്കി തുടയ്ക്കണം, ഉമ്മ വയ്ക്കണം, കഴുത്തിൽ ബെൽറ്റ് ഇട്ടുകൊണ്ട് നടത്തും, നാക്കുകൊണ്ട് നാണയം എടുപ്പിക്കും, വായിൽ ഉപ്പ് നിറച്ച് മണിക്കൂറോളം നിർത്തും. സൗജന്യ ഭക്ഷണം ഇല്ല എന്നതാണ് മറ്റൊരു വസ്തുത. പകരം പട്ടിണിയാണ്, പച്ചമുളക് തീറ്റിക്കും ഈ ടാർഗറ്റ് തികഞ്ഞില്ലെങ്കിൽ. ചോറ് ഉപ്പും മുളകും കൂട്ടി കഴിക്കണം, കല്ലുപ്പിന് മുകളിൽ മുട്ടുകുത്തി നിർത്തണം. ഇതൊക്കെ ഈ പീഡനം ഏറ്റുവാങ്ങിയവർ ഞങ്ങളോട് പറഞ്ഞതാണ് കേട്ടോ. കൃത്യം 10 മണിക്ക് ഉറങ്ങണം, ഉറങ്ങിയില്ലെങ്കിൽ തല്ലി ഉറക്കും. ഇതൊരു പുതിയ പരാതിയല്ല, പഴക്കമുള്ള പരാതിയാണ്. 2012 ആദ്യ പരാതി വന്നു. ദിവസം 20 രൂപ മാത്രം നൽകി തൊഴിൽ പീഡനം നടക്കുന്നുവെന്ന്. തിരുവനന്തപുരം നഗരത്തിൽ നിരവധി ബ്രാഞ്ചുകളുണ്ട് ഇവർക്ക്. 15 മുതൽ 20 വരെ ചെറുപ്പക്കാരെ ഒരുമിച്ച് താമസിപ്പിക്കുന്നു. സ്വന്തം വീട്ടിലേക്ക് വിളിക്കാൻ പോലും ആ കാലത്ത് അനുമതി കൊടുത്തിരുന്നില്ല. വർഷങ്ങളായി ഇത് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു ഈ ചൂഷണവും ക്രൂരതയും.
ഇത് പിന്നീട് തുറന്നു പറഞ്ഞ് ഒരു വാർത്തയായി വരുന്നത് ഈ വലുപ്പത്തിൽ ഒരു വാർത്തയാകുന്നത് ന്യൂസ് മലയാളം ഈ വാർത്ത ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ വാർത്ത നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത്. കേരളം ഞെട്ടിത്തെറിച്ച ദൃശ്യങ്ങൾ സഹിതമാണ് ആ വാർത്ത വന്നത്. മണിക്കൂറുകൾക്കുള്ളിൽ തൊഴിൽ മന്ത്രിയുടെ ഇടപെടലുണ്ടായി. മാർക്കറ്റിംഗ് കമ്പനിയിലെ തൊഴിൽ പീഡനം മനുഷ്യത്വഹീനം എന്നാണ് കർശന നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചത്. സ്വമേധയാ കേസെടുക്കുകയും ചെയ്തു യുവജന കമ്മീഷൻ. ഇതിന്റെ തുടർച്ചയായി വലിയ പ്രതിഷേധങ്ങളുണ്ടായി. കമ്പനിക്കെതിരെ യുവജന സംഘടനകളുടെ പ്രതിഷേധമുണ്ടായി. കലൂരിലെ ഓഫീസ് പൂട്ടിച്ച് യൂത്ത് കോൺഗ്രസ് സമരവുമായി രംഗത്തെത്തി. ഡിവൈഎഫ്ഐ മാർച്ച് നടത്തി. തൊഴിലാളി സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തെത്തി. അതേസമയം കമ്പനി ഇതിനെ ന്യായീകരിക്കുകയായിരുന്നു. തൊഴിൽ പീഡനത്തിൽ ഉത്തരവാദികളല്ല എന്നാണ് കമ്പനി അധികൃതർ പറഞ്ഞത്. ഈ ക്രൂരതയുമായി ഒന്നും കമ്പനിക്ക് ബന്ധമില്ല എന്നാണ് ഇതിന്റെ മാനേജർമാർ പറയുക. അങ്ങനെ അപ്പോൾ പിന്നെ ആരാണ് ഇതിന്റെ ഉത്തരവാദികൾ? കമ്പനി ഉടമ ജോയ് ജോസഫ് എറണാകുളത്താണ് താമസിക്കുന്നത്. ജോയ് ജോസഫ് നേരിട്ടെത്തി ട്രെയിനിങ് നൽകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ വിവിധ ഏജന്റുമാർക്കും വിവിധ ഏജൻസികളിലും നേരിട്ട് ഈ ജോയ് ജോസഫ് ട്രെയിനിങ് നൽകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പരാതിയുടെ പെരുമഴയാണ് ഈ വാർത്ത വന്നതിന് ശേഷം ഇവിടേക്കുണ്ടായത്. ടാർഗറ്റ് പീഡനം നടത്തിയതായി സംബന്ധിച്ച് കെൽട്രോ മുൻ മാനേജരും രംഗത്തെത്തി. പെരുമ്പാവൂർ ഓഫീസിൽ ജീവനക്കാരെ പീഡിപ്പിച്ചു എന്നാണ് മനാഫ് എന്ന മാനേജർ ഞങ്ങളോട് തുറന്ന് സമ്മതിച്ചത്. ടാർഗറ്റ് പീഡനം നിരീക്ഷിക്കാൻ പ്രത്യേക വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. തൃശൂർ സ്വദേശിയായ സുബീഷ് ജീവനൊടുക്കിയത് പീഡനം മൂലമാണെന്ന് ഇന്ന് ഈ സുബീഷിന്റെ അമ്മ ഞങ്ങളോട് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സനീഷ്, ഇതിപ്പോൾ നമ്മൾ ഈ പറഞ്ഞു പോയതിനപ്പുറത്തുള്ള വിവരങ്ങളുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തുടർച്ചയായ കോളുകൾ ഇപ്പോഴും നമ്മുടെ ഇൻപുട്ട് ഡെസ്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഇന്ന് ഏതാണ്ട് ഒരു 9 പേരുടെ ഇത്തരം വിവരണങ്ങൾ കേട്ടതാണ്. അപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഒരു സ്വപ്ന വലയിൽ കുടുക്കിയിട്ട് പാവപ്പെട്ട കുട്ടികളെ, മിക്കവാറും ആളുകൾ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് അല്ലെങ്കിൽ അതിനു മുമ്പ് വിദ്യാഭ്യാസം അവസാനിച്ചവരോ ഒക്കെ ആയിട്ടുള്ള ആളുകളാണ്. അവരെയാണ് ഈ നിരന്തര പീഡനത്തിന്, സ്വപ്നങ്ങൾ ഇങ്ങനെ അവരുടെ തലയിൽ കുത്തിവെച്ചിട്ട് പീഡനത്തിന് വിധേയരാക്കുന്നത്, തൊഴിൽ പീഡനത്തിന്. ഇതിപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞായറാഴ്ച നമ്മുടെ കംപ്ലയിൻസിൻ്റെ നമ്പറിലേക്ക് ഒരു കോൾ വന്നു. ഗൾഫിൽ നിന്നാണ് ഒരു ചെറുപ്പക്കാരൻ വിളിച്ചത്. എനിക്കത് ഫോൺ കൈമാറി ഞാൻ അയാളോട് സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം നേരത്തെയും ഒരുപാട് ആളുകൾ പറഞ്ഞതുകൊണ്ട് റിപ്പീറ്റേഷനാണ്, ഇവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം വസ്തുതയാണെന്നാണ് അയാൾ പറയുന്നത്. അപ്പോൾ ഞാനത് ഫോൺ വെക്കാൻ വേണ്ടി നോക്കുമ്പോൾ അയാൾ പറഞ്ഞു, അതായത് ഒരിക്കലും നിങ്ങൾക്ക് ജോയ് ജോസഫിനെ ലീഗലി പിടിക്കാൻ പറ്റില്ല. ഈ കേസിൽ നിങ്ങൾക്ക് ആ കമ്പനി ലീഗലി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കത് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ അയാളോട് പറഞ്ഞു. അതായത് ആ തരത്തിൽ പഴുത് ഇല്ലാത്ത വിധമാണ് ഈ സംവിധാനങ്ങളാകെ ഈ ടീം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ ഞാൻ അയാളോട് പറഞ്ഞു, ലീഗലി ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നത് ഞങ്ങൾക്കറിയില്ല, അത് ഞങ്ങളുടെ കാര്യവുമല്ല. വാർത്ത കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം. ഒരു കണ്ണാടിയിൽ എന്ന പോലെ ഈ സമൂഹത്തിനകത്ത് ഇത് നടക്കുന്നുണ്ട് എന്ന് ആളുകൾക്ക് പ്രതിഫലിപ്പിച്ചു കൊടുക്കുക എന്ന ദൗത്യമാണ് ഞങ്ങളുടെ. അത് ഞങ്ങൾ ചെയ്യും. അത് അവർ എന്തൊക്കെ തരത്തിൽ ഭീഷണിയുമായിട്ട് വന്നാലും ഞങ്ങളത് ചെയ്യും എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇങ്ങനെയൊക്കെ കേരളത്തിൽ നടക്കുമോ എന്നാണ് ആദ്യത്തെ ഒരു പ്രതികരണം. അതായത് സത്യത്തിൽ ഈ ദൃശ്യങ്ങൾ ആദ്യം ഞാൻ കണ്ടപ്പോൾ ഞാൻ കരുതിയത് കേരളത്തിലല്ല എന്നാണ്, മറ്റേതോ സംസ്ഥാനത്തെ ദൃശ്യങ്ങളാണെന്നാണ്. പക്ഷേ ആ അമ്പരപ്പ് എല്ലാവർക്കും ഉണ്ടായി. ആ അമ്പരപ്പ് ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത് ഇതിനെ നമ്മുടെ ഈ മാറ്റിൻ്റെ പിന്നിലേക്ക് വലിച്ചിട്ടിട്ട് ഇങ്ങനൊരു സംഭവമില്ല എന്നങ്ങ് അഭിനയിച്ച് കളയാം എന്നാണ്. പക്ഷേ നമ്മൾ കേൾക്കുന്നത് എന്താണ്? ഇന്നലെ മാത്രം 11, ഇന്നലെയും ശനിയാഴ്ച കൊടുത്ത് ശനിയാഴ്ചയും ഞായറാഴ്ചയായിട്ട് 11 പേരുടെ ബൈറ്റാണ് നമ്മൾ സംപ്രേഷണം ചെയ്തത്. ചെറുപ്പക്കാർ, കേരളത്തിൻ്റെ പല ഭാഗമുള്ള ചെറുപ്പക്കാർ വന്നിട്ട് ഈ ഒരൊറ്റ കമ്പനിയെ കുറിച്ചിട്ട് ആവർത്തിച്ച് പറയുകയാണ്. ഇന്നിപ്പോൾ ഒരു അമ്മ മരിച്ചുപോയ കുഞ്ഞിനെ പറ്റി, അവരുടെ മകനെ പറ്റിയിട്ട് കാര്യം പറഞ്ഞു. മറ്റൊരാൾ നേരെ മുഖം കാണിച്ചിട്ട്, മറ്റു പല ആളുകളും കഴിഞ്ഞ ദിവസം വന്നത് മുഖം കാണിക്കാതെയാണ്. ഇന്ന് മുഖം കാണിച്ചൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു ഇങ്ങനെ ഈ ഉപ്പ് തീറ്റിക്കുന്നതും മറ്റുമൊക്കെ ആയിട്ട്. ആരെയൊക്കെ നിങ്ങൾ അവിശ്വസിക്കും? എത്ര പേരെ നിങ്ങൾ അവിശ്വസിക്കും? മറ്റു മാധ്യമങ്ങൾ പലരും ഇത് സംഭവമില്ല എന്ന് പറഞ്ഞതിനെ ഒന്ന് താഴേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാറ്റിനടിയിലേക്ക് ഇട്ടുകളയാൻ വേണ്ടി ശ്രമിക്കുക. എത്ര മനുഷ്യരെയാണ്, എത്ര ചെറുപ്പക്കാരെയാണ് നിങ്ങൾ അവിശ്വസിക്കുക? എത്ര പേരെ വിശ്വസിക്കാൻ പറ്റും? എത്രയോ ആളുകൾ ഈ കാര്യം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ അതിനകത്ത് ഈ ലേബർ കമ്മീഷണർക്ക് വന്നിട്ട് ആദ്യം തന്നെ ഒരു റിപ്പോർട്ട് കൊടുക്കുകയാണ്, ഇങ്ങനെ സംഭവമേ ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ മാതൃഭൂമി പത്രം ഫ്രണ്ട് പേജിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ ലേബർ ഓഫീസർ ഇങ്ങനെ റിപ്പോർട്ട് കൊടുക്കാൻ, അവിടെ നടന്ന ഈ വിഷ്വൽ വെച്ചിട്ട് റിപ്പോർട്ട് കൊടുക്കാൻ നിങ്ങൾ ആരോടാണ് സംസാരിച്ചെന്ന ചോദ്യം മാതൃഭൂമി പത്രം ചോദിക്കാറുണ്ട്. അതായത് സനീഷ് അതിനകത്ത് കൂട്ടിച്ചേർക്കാണ്ട്, സനീഷ് തുടർന്നു. ലേബർ കമ്മീഷണറോട്, ലേബർ ഓഫീസറോട് ആദ്യം തന്നെ ഇത് ഇങ്ങനെ നടന്നിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ ചില മാധ്യമങ്ങൾ സമീപിച്ചു. ആ മാധ്യമങ്ങളാണ് ലേബർ ഓഫീസറെ ആദ്യം സമീപിച്ചത്. അതായത് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ മാറ്റിനടിയിലേക്ക് ഈ വിഷയത്തെ തള്ളാനുള്ള ആദ്യ ശ്രമം ചില മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നായിരുന്നു. സങ്കടകരമായി ഇതിൽ ഒറ്റ കാര്യം ചെയ്ത ഹർഷ, അതായത് ആ വിഷ്വൽ ഉണ്ടല്ലോ, നമ്മൾ സംപ്രേഷണം ചെയ്ത ആ വിഷ്വൽ സ്ലോ മോഷൻ ഇട്ട് നിങ്ങൾ നോക്കൂ. ആ മനുഷ്യരുടെ മുഖത്തേക്ക്, ആ ചെറുപ്പക്കാരുടെ മുഖത്തേക്ക് അവരൊരു നാടകം അഭിനയിക്കുകയാണോ?
അവർ വളരെ തമാശയായിട്ട് ഒരു ഓഫീസ് സ്ഥലത്തെ ചില തമാശകളിൽ ഏർപ്പെടുകയാണ്. അല്ല, അവരുടെ മുഖത്ത് ഭയവും എന്താണ് ഈ ചെയ്യുന്നതെന്നുള്ള അമ്പരപ്പൊക്കെയുണ്ട്. നിങ്ങൾ അവരുടെ മുഖത്തേക്ക് നോക്കൂ. അപ്പോൾ ഈ സംഭവങ്ങളിലൂടെ നടന്നതാണ് എന്ന കാര്യത്തിൽ എന്തായാലും ന്യൂസ് മലയാളത്തോട് ആരും പഠിപ്പിക്കാൻ വരണ്ട. ഇത് നടന്നതാണ്, ഇവിടെ നടക്കുന്നുണ്ട്, അത് പരിഹരിക്കേണ്ടുന്ന പ്രശ്നമാണെന്ന് ആ ചെറുപ്പക്കാർ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അവർ ഇത്രയും കാലം പരാതിയായിട്ട് വരാത്തതെന്ന് ചോദിച്ചാൽ അത് ഇതുകൊണ്ടാണ്. ലേബർ കമ്മീഷൻ ആദ്യം തന്നെ ഇത്രയും വിഷയം കണ്ടിട്ട് ആദ്യം തന്നെ റിപ്പോർട്ട് കൊടുത്തായിട്ട് പറയുന്നു. ആ റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നു. ഈ ജോയ് ജോസഫിൻ്റെ ബൈറ്റ് എടുത്തിട്ട് വലിയ ഇൻ്റർവ്യൂ, അയാളോട് ക്രോസ് ആയിട്ടൊരു ചോദ്യം പോലും ചോദിക്കാതെ മറ്റ് മാധ്യമങ്ങൾ ആഘോഷിച്ചിട്ട് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നത്തെ മാറ്റിനിടയിലേക്ക് വലിച്ചിടുന്നു. ഈ ചെറുപ്പക്കാർ എവിടെ പോയി പറയും? അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് ഒരു പ്രശ്നം അത് അവർ പറയുന്നത് പരാതിയില്ലല്ലോ, പരാതിയില്ലെങ്കിൽ പിന്നെ പ്രശ്നമില്ല എന്നുള്ളതാണ്. അതെങ്ങനെയാണ് അങ്ങനെ തീരുമാനിക്കുന്നത്? ചില ആളുകൾക്ക് ഒരു പ്രശ്നമുണ്ട് ഹർഷൻ, അതുകൂടെ പറയാം. ചില ആളുകൾക്ക് പ്രശ്നം നമ്പർ 1 ആയിട്ടുള്ള കേരളത്തിൽ നടക്കില്ല, ഞങ്ങളുടെ നമ്പർ 1 കേരളത്തിൽ നടക്കില്ല എന്നാണ്. കേരളം നമ്പർ 1 ആണ്, പക്ഷേ ഇവിടെ ബലാത്സംഗം നടക്കുന്നില്ലേ? കേരളം നമ്പർ 1 ആണ്, കൊലപാതകം നടക്കുന്നില്ലേ? കേരളം നമ്പർ 1 ആണ്, കൊള്ള നടക്കുന്നില്ലേ? മനുഷ്യരുടെ അടുത്ത് കുഴപ്പങ്ങളുണ്ടാവും. ചില ആളുകൾ ഈ മാനസികമായിട്ട് പെർവേർട്ടുകളായിട്ടുള്ള ആളുകൾ ജോലി സ്ഥലം ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ ചെറുപ്പക്കാരെ ഇങ്ങനെ ഉപദ്രവിക്കും. അതൊക്കെ സംഭവിക്കും എല്ലാ നാട്ടിലും, ഏത് നമ്പർ 1 സ്ഥലത്തായാലും സംഭവിക്കും. അങ്ങനെ സംഭവിച്ചാൽ അതിനകത്ത് ഉടനടി ഇടപെട്ട് ആ പ്രശ്നം പരിഹരിക്കുക. ആ ഒരു അനീതി നടന്നാൽ നാട്ടിൽ ആ പ്രശ്നം ഉണ്ടാവേണ്ട അനീതിക്കെതിരായിട്ട്. അതല്ലാതെ ഇതിനെ മാറ്റിനടിയിലേക്ക് കൊണ്ടുപോയിട്ടുകൊണ്ട് കാര്യം നടക്കില്ല. മാറ്റിനടിയിലേക്ക് ഇടാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. അതിലൊരു കാര്യം, ഇത് ഒരു ആഗോള പ്രതിഭാസം തന്നെയാണ്. ഇതിവിടെ കേരളത്തിൽ മാത്രമുള്ള ഒരു സംഭവവുമല്ല. അങ്ങനെ കരുതി നമ്മൾ ഈ പറഞ്ഞതുപോലെ അയ്യോ നമ്പർ 1 കേരളമാണല്ലോ, അതുകൊണ്ട് ഇതിങ്ങനെ പുറത്തു വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവില്ലേ എന്ന് കരുതണ്ട. ഇത് അമേരിക്കയിലടക്കം വികസിത രാജ്യങ്ങളിലടക്കം നിലനിൽക്കുന്ന ഒരു സംഗതി തന്നെയാണ്. ഈ MLM കമ്പനികളുടെ ഒരു പ്രവർത്തന ശൈലിയിൽ ഈ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഇത് കുറച്ചുകൂടി വ്യത്യസ്തമാണ് ഈ കമ്പനിയുടെ ഒരു ഘടന എന്നേ ഉള്ളൂ. ഇതിൽ കുറേ ഇൻഡിപെൻഡൻറ്റ് കോൺട്രാക്ടേഴ്സിനെയാണ് വിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ നിയമപരമായി ഇവരെ പിടിക്കാൻ പറ്റാത്തത്. കാരണം ഇയാൾ ഇവിടെ നിൽക്കുകയാണ്, എന്നിട്ട് ബാക്കി എല്ലാം ഓരോ ഇൻഡിപെൻഡൻറ്റ് കോൺട്രാക്ടേഴ്സാണ്, അവർക്ക് കീഴിലാണ് ഇത് നടക്കുന്നത്. ജോയി പറയുന്നത് ഞാനല്ല, എനിക്കിതൊന്നും അറിയില്ല, ഞാൻ എൻ്റെ അടുത്തുനിന്ന് ഒത്തിരി സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്ന മറ്റു പലരും ഉണ്ടല്ലോ കോൺട്രാക്ടേഴ്സ്, അവരോട് ചോദിക്കൂ എന്നാണ്. ശരിയാണ്, അങ്ങനെയാണ് ഇതിൻ്റെ ഘടന. പക്ഷേ നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ വീഡിയോ ഇരിപ്പുണ്ട്, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ വേദിയിലും ഈ ഓരോ ഇൻഡിപെൻഡൻറ്റ് കോൺട്രാക്ടേഴ്സിൻ്റെയും അടുത്ത് പോയി ഈ ജീവനക്കാർക്ക് ക്ലാസ് എടുക്കുന്ന ജോയിയുടെ ദൃശ്യങ്ങൾ ഇഷ്ടം പോലെ നമ്മളുടെ കയ്യിൽ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല പീഡന ദൃശ്യങ്ങൾ, ഇതിനേക്കാൾ ഇതുവരെ നമ്മൾ പുറത്ത് വിടാത്ത ദൃശ്യങ്ങൾ വേറെയുണ്ട്. ചാക്ക് പോലെ ആളുകളെ ചാക്കിനകത്ത് കെട്ടി നിർത്തിയിരിക്കുകയാണ്. വൈകിട്ട് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് ചാക്ക്, അത് കഴുത്ത് വരെ ഇട്ടിട്ട് താഴേക്ക് ഇട്ടിട്ട് വെളുത്ത ചാക്കിൽ ഇങ്ങനെ ഇവൻ മടിയൻ, ഇവൻ മടിച്ചി എന്ന് നെഞ്ചിൽ എഴുതി വെച്ചിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതും നമ്മൾ കാണിച്ചു തരും. കാരണം ഇത് കേരളത്തിൽ നടക്കുന്നുണ്ട്, എന്നിട്ട് ഇത് നടക്കുന്നില്ല എന്ന് മറച്ചു വെക്കാനുള്ള ഒരു ശ്രമവും നമ്മൾ സമ്മതിക്കില്ല. ഒരു കാര്യം കൂടി ഉണ്ട്, അതായത് 2012 പത്രവാർത്തയുണ്ട്. 2012 ഈ കമ്പനി തിരുവനന്തപുരത്തായിരുന്നു. അയാൾ ഇതേ കാര്യം അവിടെ ചെയ്തിട്ട് അവിടെ ആളുകൾ പരാതിയുമായിട്ട് വന്നിട്ട് പ്രധാനപ്പെട്ട ദേശീയ മാധ്യമങ്ങളടക്കം വാർത്ത വന്നതാണ്. പക്ഷേ ഈ പ്രശ്നമുള്ളതുകൊണ്ട് ലീഗലി മുന്നോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ആളുകൾ പിരിഞ്ഞുപോയി. 2012 തൊട്ട് ഇവിടം വരെ എത്തുമ്പോഴേ രാജ്യത്തും ലോകത്തും കേരളത്തിലും പല രാഷ്ട്രീയ മാറ്റങ്ങളും നടന്നു. ഇയാൾ ഇത് നിർബാധം തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. എത്രയോ ആളുകൾ കഷ്ടപ്പെട്ട് നിയമപരമായി പിടിക്കാൻ കഴിയുന്നില്ല, അതാണ് ഇതിന്റെ കാരണം. അപ്പൊ നിയമപരമായി പിടിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് ഉടനെ സംസ്ഥാനത്തെ ലേബർ കമ്മീഷണറും ലേബർ ഓഫീസർമാരും ഒക്കെ ഒരു പ്രശ്നമില്ല, പോലീസും ഒക്കെ ഇങ്ങനെ ഒരു പ്രശ്നമില്ല എന്നാണോ പറയേണ്ടത്? ഇതൊരു പ്രശ്നമാണ്, അതിനെ പരിഹരിക്കാൻ വേണ്ട ശ്രമം എന്താണ് എന്നുള്ള നിർദ്ദേശമല്ലേ മുന്നോട്ട് വെക്കേണ്ടത്? അതിന് പകരം ഒരു പ്രശ്നവുമില്ല എന്നങ്ങ് പ്രഖ്യാപിക്കുക. എന്നിട്ട് ഇപ്പോൾ പോയി പരിശോധന നടത്തുന്നുണ്ടല്ലോ ലേബർ ഓഫീസർ, അവിടെ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നിപ്പോൾ പറയേണ്ടി വന്നിട്ടുണ്ട്. കാരണം തുടർച്ചയായി ആളുകൾ ഇങ്ങനെ കബളിപ്പിക്കപ്പെട്ട ആളുകൾ പിന്നീട് 2-3 വർഷം കഴിഞ്ഞതിന് ശേഷം ഇയാളുടെ പിടിയിൽ നിന്ന്, ഈ സ്വപ്ന ലോകത്ത് നിന്ന് രക്ഷപ്പെട്ട് മര്യാദയ്ക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ തീരുമാനിച്ചു പുറത്തു വന്ന ആളുകൾ ഇപ്പോഴും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓഡിയോ എൻ്റെ കയ്യിലുണ്ട് ഹർഷൻ. ഇന്നലെയും മെനഞ്ഞാന്നുമായിട്ട് വന്ന വാട്സപ്പിലേക്ക് അവർ വിളിക്കുന്ന ആളോട് മുഴുവൻ സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് അവരോട് ഓഡിയോ വോയിസ് ഇടൂ വാട്സപ്പിൽ എന്ന് പറഞ്ഞിട്ടാണ് ആ വാട്സപ്പിൽ 10-35 മിനിമം ഇതിനകത്ത് ഫോട്ടോസ് അടക്കം അവർ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നടക്കുന്നില്ല എന്ന് വേറെ ആരോടെങ്കിലുമൊക്കെ ആയിട്ട് പോയി പറയുക എന്നേ ഉള്ളൂ. അത് മാറ്റിനടിയിലേക്ക് ഇട്ട് കളയാൻ എന്തായാലും പറ്റില്ല. അവസാനിപ്പിക്കാം. തീർച്ചയായും നമുക്ക് ഇത് അവസാനിപ്പിക്കാം ഏതായാലും. കാരണം ഇത് നമ്മൾ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കില്ല, RDXൽ തൽക്കാലം അവസാനിപ്പിക്കാം. പക്ഷേ ഇതിൻ്റെ വിശദാംശങ്ങൾ, ഇനിയും ഇത്തരം പീഡനങ്ങൾ നടന്നതിൻ്റെ റിപ്പോർട്ടുകൾ, ഇതെല്ലാം തുടർന്നുള്ള ബുള്ളറ്റിനുകളിൽ വരും. ഇനി 9:30 ജാഗ്രതയുണ്ട്. ഇതിൻ്റെ വിശദമായ രൂപം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അംഗവൈകല്യം വരുത്തി യാചക വൃത്തിക്ക് ഉപയോഗിക്കുന്ന മാഫിയ സംഘങ്ങളുണ്ട്. അവരിൽ നിന്ന് വ്യത്യസ്തരല്ല ഡയറക്റ്റ് മാർക്കറ്റിംഗ് കമ്പനികളുടെ മുതലാളിമാരുടെ ഒരു മനോനില. ഒരു കമ്പനിയിലെ തൊഴിൽ പീഡനത്തെക്കുറിച്ചുള്ള ന്യൂസ് മലയാളം വാർത്തയ്ക്ക് പിന്നാലെ കേരളം കേട്ട് ഞെട്ടിയത് എണ്ണിയാൽ ഒടുങ്ങാത്ത പീഡന കഥകളാണ്. നേരത്തെ പറഞ്ഞല്ലോ, കണ്ണിലൂടെ ചോര കണ്ണീരായി ഒഴുകിയ ദിവസങ്ങളെക്കുറിച്ച് നടുക്കത്തോടെയാണ് യുവാക്കൾ വിശദീകരിക്കുന്നത്. നാം ഓർക്കണം, ഇത് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കേരളത്തിൽ. ട്രേഡ് യൂണിയനിസത്തെ പരിഹസിക്കുകയും സംഘടിത ശക്തിയാകുന്നതിനെ താഴ്ത്തിക്കെട്ടുകയും ചെയ്തവർ ഈ ചെറുപ്പക്കാരുടെ ദുർഗതി കണ്ണു തുറന്നു കാണണം.
2 ജീവനക്കാരുടെ മൊഴിയെടുത്തിട്ട് കമ്പനികളെ വെള്ളപൂശുന്ന തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ കാലത്തോട് കണക്ക് പറയേണ്ടി വരും. സർക്കാർ ഒരു നിമിഷം അമാന്തിക്കരുത് എന്ന് മാത്രം പറഞ്ഞ്